ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പറയുന്നത് BJPക്ക് വലിയ മുൻതൂക്കമുണ്ടാകും. അതായത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, CPM-ന്റെ മേയറാണ് കഴിഞ്ഞ 5 വർഷം ഭരിച്ചത്. പക്ഷേ ആ മേയറിന്റെ ഭാഗത്തു നിന്നുണ്ട്, ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അത് പരമാവധി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. ഈ സർവേ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ 60 മുതൽ 65 സീറ്റ് വരെ BJPക്ക് കിട്ടുമെന്ന് പറയുന്നു. 35% വോട്ട് വർധനം ഉണ്ടാവുമെന്ന് പറയുന്നു. തലസ്ഥാനം BJPയുടെ കയ്യിലായിരിക്കും എന്ന് BJPക്കാരും ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരും മറ്റിടങ്ങളിൽ BJPയുടെ വോട്ട് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെ കാണാം നമുക്ക് ഇത്തവണ മറ്റ് പാർട്ടികൾ? ഇപ്പോൾ CPM-നും സ്വർണ്ണക്കൊള്ള, UDF-ന് രാഹുൽ മാങ്കൂട്ടം, ഇതൊക്കെ വലിയ പ്രതിസന്ധിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെയാണ് അവർ നേരിട്ടത്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും BJPയുടെ ഒരു സാധ്യത? ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നിരവധി സ്ഥാനാർത്ഥികൾ നിർത്തി. വേണമെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിച്ചത് BJPക്ക് വേണ്ടിയാണെന്ന് പറയാം. 19,000-ഓളം സ്ഥാനാർത്ഥികളുണ്ട്. അതിന് മറ്റൊരു കാരണമുണ്ട്. ഒരിടത്ത് LDF മുന്നണി, ഒരിടത്ത് UDF മുന്നണി. ഇവിടെ BJPക്ക് അങ്ങനെ ഷെയർ ചെയ്യേണ്ടി വരില്ല സ്ഥാനാർത്ഥികളെ. മാത്രമല്ല പലയിടങ്ങളിലും BJPക്ക് സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ പോലും പ്രയാസമായിരുന്നു 2020. പക്ഷെ 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും BJPക്ക് നിരവധി സ്ഥാനാർത്ഥികളെ കിട്ടി. ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ച് ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ തന്നെ 9,000-ഓളം വന്നു. എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ്, ഈ ജോസഫ് ഗ്രൂപ്പ്, കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പ്, ഇവരൊക്കെ വിചാരിച്ചിട്ട് കൂടി ഇത്രയും സ്ഥാനാർത്ഥികളെ സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അത്തരത്തിൽ ക്രൈസ്തവ മേഖലയിലേക്ക് വലിയ വേരോട്ടം ഉണ്ടാക്കാൻ BJP കഴിഞ്ഞു. വേരോട്ടം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ജയിക്കുന്നു എന്നല്ല, അവിടെ സാന്നിധ്യം അറിയിപ്പിക്കാനായിട്ട് BJPക്ക് സാധിച്ചു. അത് വലിയൊരു നേട്ടമാണ് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം. ഇനി തിരുവനന്തപുരത്തേക്ക് കിടന്നല്ലോ. തിരുവനന്തപുരത്ത് BJP CPM-ന് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കഴിഞ്ഞ തവണയും ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറഞ്ഞു. ഇത്തവണയും അതിന് സമാനമായ പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നതിന്റെ തുടക്കമാവും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം കോൺഗ്രസിനെ പിന്നോട്ട് വലിച്ചിരുന്നു. ആ പരിമിതികളെയൊക്കെ മറികടക്കാനും നല്ല നേതാക്കളെ അവതരിപ്പിക്കാനും വേണ്ടി ശബരിനാഥ് എന്ന് പറയുന്ന മുൻ MLA തന്നെ അവർക്ക് കളത്തിലേക്ക് ഇറക്കേണ്ടി വരുന്നു. ഇനി CPM-ലേക്ക് നോക്കുമ്പോഴോ ഈ ആര്യ രാജേന്ദ്രന്റെ പല പ്രവർത്തനങ്ങളും ആ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്തു. അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഒരു പരസ്യമായ പ്രചരണത്തിന് പോലും ഇറങ്ങിയെന്ന് തോന്നുന്നില്ല. ഇറക്കിയില്ല. സ്ഥാനാർത്ഥികളുടെ കൂടെ പോയി ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നു. കാരണം ഞാനിവിടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട്. ഇതൊഴിച്ച് നിർത്തിയാൽ ബാക്കി CPM-ന് വലിയ തിരിച്ചടി കിട്ടി. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, CPM എന്ന് പറയുന്നത് ഈ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. എവിടെയാണ് പഴുതെന്ന് നോക്കിയാൽ അത് കൃത്യമായിട്ട് അടച്ച് മുന്നേറാനുള്ള കഴിവ് അത് എത്രയോ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇവിടെ BJP ആ മേഖലയിൽ ഒരു പുതിയ തരംഗമായിട്ട് വരികയാണ്. അപ്പോൾ UDF-നെ മറികടന്ന് BJP ഒരു വെല്ലുവിളി ഉയർത്തി പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന തൃശ്ശൂരിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാം. പക്ഷേ മേയർ സ്ഥാനം കിട്ടുമെന്നൊന്നും അവർ തന്നെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആഭ്യന്തരമായിട്ട് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നമാണ്. നിലവിൽ അവിടെ ഉണ്ടായിരുന്ന കൗൺസിലർമാർ, ആ കൗൺസിലർമാർ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ പുതിയ ഒരാൾക്ക് വരണമെന്നുള്ള പ്രശ്നം, ഇതൊക്കെ അവിടെ തമ്മിലടിയുടെ കാരണമാണ്. എങ്കിൽ പോലും BJP വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് തലസ്ഥാന നഗരിയിൽ തന്നെയാണ്. ഇനി ഇങ്ങോട്ടേക്ക് മാറിയാൽ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സൃഷ്ടിച്ച ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു മുന്നേറ്റമൊക്കെ ഉണ്ട്. അത് അതേപോലെ പിന്തുടരാൻ ഒരുപക്ഷെ BJP കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ ഒരു കാര്യത്തിൽ അവർ വിജയിച്ചു. നിരവധി ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ, ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ ഇതിനൊക്കെ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ മുന്നേറ്റമാണ്. പിന്നെ എല്ലായ്പ്പോഴും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയാണ്. 2 തവണ പാലക്കാട് ജയിച്ചവരാണ്. 3ാമത്തെ തവണ ഒരു ഹാട്രിക് വിജയം തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ പാലക്കാട്ടും BJPക്കുള്ളിൽ വലിയ പടലപ്പിണക്കങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ, അതായത് നിലവിലെ നഗരസഭാ ചെയർപേഴ്സണും അവിടുത്തെ BJPയുടെ ജില്ലാ നേതൃത്വവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതി വരെ. അപ്പോൾ അത്തരം സ്ഥിതിവിശേഷങ്ങളൊക്കെ BJPക്ക് ഉണ്ടായത് പിന്നോക്കം പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫലം വരട്ടെ. എന്തായാലും CPM-നെയും കോൺഗ്രസിനെയും അപേക്ഷിച്ച് ഒരു വലിയ മുന്നേറ്റം നടത്തി. ഏതാണ്ട് 7% കഴിഞ്ഞ തവണത്തെ BJPയുടെ വോട്ട് ഷെയർ എങ്കിൽ ഇത്തവണ അത് 21 മുതൽ 25% വരെ ഉയർത്താൻ സാധിക്കുമെന്നാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷനും പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. ആ രീതിയിൽ വന്നാൽ അവർക്കൊരു വലിയ ഉണർവാവില്ലേ അത്? അല്ല, ഓരോ വർഷം കഴിയുന്തോറും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നത് BJP തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്രത്തിലെ 3ാം ഊഴം മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തുടരുന്നു. ഓരോ സംസ്ഥാനത്തും അവരിടപെട്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താനായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ ഫലമായിട്ടാണ്. കേരളത്തിലാണ് അത് BJP വിചാരിക്കുന്ന തരത്തിൽ ഫലപ്രദമാക്കാൻ ഇതുവരെ കഴിയാതിരുന്നു. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടികൂടിയാൽ, അത് പിടിച്ചെടുത്താൽ അവർക്ക് വലിയ മാറ്റം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നത് അവരും എതിർകക്ഷികളും എല്ലാവരും
കരുതുന്ന ഒരു കാര്യമാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഏതൊരു മന്ത്രിയുടെയും കേരളത്തിലേക്കുള്ള സന്ദർശന വേളയിൽ അവർക്കൊപ്പം ഹാജരാകാനായിട്ടുള്ള പൊസിഷൻ കൂടിയാണെന്നുള്ളതാണ്. എന്നുവെച്ചാൽ അതൊരു മേയർ എന്ന നിലയ്ക്ക് തിരുവനന്തപുരം മേയറിന് അത്തരത്തിലുള്ള ഒരു വിസിബിലിറ്റി ഉണ്ട്. ശരി, ആ സാധ്യതയ്ക്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് മറ്റൊരിടത്തും ചെയ്യാത്തതുപോലെ BJP തിരുവനന്തപുരത്ത് ഒരു പ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചാൽ 45 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുകയും വൻപിച്ച പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുകയും തിരുവനന്തപുരം നഗരത്തെ തന്നെ ലോക നഗരങ്ങളുടെ നിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളത് തിരുവനന്തപുരം നിവാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോർപ്പറേഷൻ നിവാസികൾക്ക് ഇത് വലിയ ഓഫറാണ്. ഇത് ഓഫറാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പല സൈസ് ഫ്രീ ബീസ് കൊടുക്കുന്ന പോലെ ഒരു ഫ്രീ ബീസാണത്. ഇത് പിടിച്ചോളൂ, ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം ഫലപ്രദമായി തീരും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് തിരുവനന്തപുരത്തെ റിസൾട്ട് വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മെച്ചമുണ്ടാക്കും. കോർപ്പറേഷൻ സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. കാരണം ഈ 35 സീറ്റാണ് കഴിഞ്ഞ 2 ടേമിലും BJPക്കുള്ളത്. അതൊരു സാച്ചുറേഷൻ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് മറികടന്ന് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു സിങ് ഉണ്ടാവണം. തിരഞ്ഞെടുപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്തരത്തിലൊരു തരംഗം ഉണ്ടായാൽ മാത്രമാണ് ഈ 35-60 ആവുകയുള്ളൂ. അതല്ലാണ്ട് വെറുതെ പ്രീപോൾ സർവേ എന്നൊക്കെ പറഞ്ഞ് അതിന് പോസ്റ്റ് ഇട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. 35-ൽ നിന്ന് 60-ൽ എത്തണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള സിങ് ഉണ്ടാവും. അത്തരത്തിലൊരു സിങ് നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ BJPക്ക് മുന്നേറ്റം ഉണ്ടാകും. 35-ൽ നിന്ന് അത് 40-ന് മുകളിലേക്ക് കയറും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളൊന്നും ആരും പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ 40-ന് മുകളിൽ കയറിയ പോരാ. 53 സീറ്റ് അല്ലെങ്കിൽ 52 സീറ്റെങ്കിലും കിട്ടിയാൽ മാത്രമാണ് ഭരണം പിടിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഞാനൊരു പ്രീപോൾ സർവേയിൽ കണ്ട നമ്മൾ അമ്പരപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ 65 സീറ്റ് BJPക്ക്, 35 സീറ്റ് CPMന്. അപ്പോൾ പിന്നെ കോൺഗ്രസിന് 1 സീറ്റ്. അങ്ങനെയൊക്കെ ഒരു കണക്ക് വെക്കുന്നതിൽ ഒരു മടിയും ആളുകൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് ജയിക്കൂല എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിച്ചു അല്ലേ? ജനങ്ങൾക്ക് സീറ്റ് അത് കുഴപ്പമില്ല. പക്ഷെ 1 സീറ്റ് അല്ല, 1 സീറ്റ് ആയിരിക്കില്ലല്ലോ എന്തായാലും. നമ്മൾ പൊതുവെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പരിശോധിച്ചാൽ 10-20 സീറ്റുകളും കിട്ടാനുള്ള സാധ്യത ഉണ്ട് ശരിക്കും. അങ്ങനെയാണ് പ്രശ്നം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ BJP അവിടെ മേയറെ നിർമ്മിക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനുണ്ട്. പക്ഷേ എന്തായാലും മുന്നേറ്റമുള്ളത് BJPക്ക് തന്നെയാണ് അവിടെ. അതുപോലെ തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള വാർഡുകളിൽ 36 55 വാർഡ് ഉണ്ടെങ്കിൽ ആണ് ആയുള്ളത്. അതിൽ 36 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കായിരുന്നു ഭൂരിപക്ഷം. ഇത് വെച്ചിട്ടാണ് പിന്നീടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. സുരേഷ് ഗോപി ഒപ്പം ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടും അവിടെ മുന്നേറ്റം ഉണ്ടാകും. ഈ 2 സ്ഥലത്താണ് പ്രകടമായിട്ടുള്ള രീതിയിൽ BJPയുടെ മുന്നേറ്റം നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റു സ്ഥലങ്ങളിലേക്ക് വോട്ട് ഷെയറിലുള്ള ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതല്ലാതെ അത് ചില നഗരസഭകളൊക്കെ കൂടുതൽ കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഗ്രാമസഭകൾ കിട്ടിയേക്കാം എന്നല്ലാതെ പ്രകടമായിട്ടുള്ള രീതിയിൽ വലിയ ഒരു ആധിപത്യ പ്രകടനമൊന്നും നമുക്ക് അതിനകത്ത് കാണാനായിട്ട് കഴിയില്ല. അതായിരിക്കും പൊതുസ്ഥിതി. എന്നാൽ CPMനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറയുമെങ്കിലും അവരുടെ ഈ ഒരു ആധികാരികത വെല്ലുവിളിക്കപ്പെടുന്നില്ല. അപ്പോൾ അവർ തന്നെയായിരിക്കും മുന്നിൽ. 2ാമത് UDF ആയിരിക്കും, 3ാമത് BJP ആയിരിക്കും. ആ ഒരു പൊസിഷനിലായിരിക്കും അത് പോകുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് ത്രികോണ മത്സരം എന്ന് വെച്ചാൽ 3 തുല്യ ശക്തികൾ തമ്മിലുള്ള മത്സരം എന്നുള്ള ഫീലുണ്ടായി. ആ ഫീലുണ്ടാക്കുന്ന കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ BJP നേരത്തെ സിനീജ് സൂചിപ്പിച്ചതുപോലെ എത്രയോ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തി, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് BJP. അപ്പോൾ ആ സ്ഥാനാർത്ഥികൾ BJPക്കാരായി. അവരുടെ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളായി മാറി. അങ്ങനെ പൊതുവെ ഈ ഫലം പുറത്തു വരുന്ന സമയത്ത് BJPക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ വലിമ കിട്ടുന്ന തരത്തിലുള്ള ഒരു വേർഡ് പേഴ്സൻറ്റേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ടാക്ടിക്സിൻ്റെ ഫലമായിട്ടാണ്. അത്രത്തോളം യഥാർത്ഥത്തിൽ BJP ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ വോട്ട് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു ടാക്ടിക്സിൻ്റെ ഫലമായിട്ട്
വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഈ മുന്നേറ്റം ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്നത് കോൺഗ്രസിനാണ്. കാരണം എന്താ പറയുക, BJPയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അവർ നേരത്തെ പറഞ്ഞു അതേപോലെ കേരളത്തിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ BJP CPM മതി എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പതുക്കെ കോൺഗ്രസിനെ കൈവിടും. പിന്നെ ജനങ്ങൾക്ക് ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ അവർ പ്രതീക്ഷിക്കുന്ന BJP എന്ന പാർട്ടിയാണ്. ഇത് BJPയും അപകടം മണക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് വേണമെങ്കിൽ ഒരു തവണ കൂടി CPM അധികാരത്തിലേക്ക് വന്നോട്ടെ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ സാധാരണ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജനങ്ങളുമായിട്ടുള്ള ബന്ധം അനുസരിച്ച് വാർഡിലെ ചുരുക്കം വോട്ടർമാർ അവർക്ക് സ്വാധീനമുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി സ്ഥാനാർത്ഥികൾ വിജയിക്കും. പക്ഷേ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും BJPക്ക് ഏതെങ്കിലും തരത്തിൽ കരുത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഏതാണ്ട് നിലംപരിശമായി പോകും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകാതിരിക്കാൻ CPMഉം കോൺഗ്രസും തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തുമോ, ഇത്തരത്തിലുള്ള വാദങ്ങൾ ചെറിയ തോതിൽ വരുന്നുണ്ട്. അങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതല്ലേ. തീർച്ചയായിട്ടും എന്തായാലും കാത്തിരിക്കാം. BJPയുടെ മുന്നേറ്റം എങ്ങനെയായിരിക്കും, കോൺഗ്രസിന്റെയും CPMന്റെയും മുന്നേറ്റവും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം.